ഹായ് എവരിബഡി അഗൈൻ ദിസ് ഈസ് മാർലീവ. ഈ കൊച്ച് എന്ത് വെറുപ്പിക്കല എന്ന് പറഞ്ഞ് ആരും കൈവയ്ക്കേണ്ട. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ചില ഉപകാരമുള്ള ചില 3 കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ്. മറ്റൊന്നിനുമല്ല, ഇപ്പോൾ ഏറ്റവും അടിയന്തരമായി ഉപകാരമുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ റെഡിയായിരിക്കുകയാണ് വോട്ടിങ്ങിന് വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് പോകാനായിട്ട്. പക്ഷേ പോളിംഗ് ബൂത്തിൽ എത്തുന്നതിന് മുൻപ് നമ്മുടെ മനസ്സിലുള്ള ചില സ്വാഭാവികമായിട്ടും വന്നു ചേരുന്ന ചില ചോദ്യങ്ങൾക്ക് 3 ചോദ്യങ്ങൾക്ക് ഉത്തരവുമായാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ ഈ പറയാൻ പോകുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചോദിക്കപ്പെടാവുന്ന ചില ചോദ്യങ്ങളാണ്. അറിയാവുന്നവർ ധാരാളം കാണും, പക്ഷേ അറിഞ്ഞൂടാത്ത ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കൊണ്ട് ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഏതായാലും ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം നമ്പർ 1, നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ വോട്ടർ ഇലക്ഷൻ ID നിർബന്ധമാണോ എന്നതാണ് ചോദ്യം നമ്പർ 1. നമ്മളെല്ലാവരും കൺഫ്യൂഷനിലാണ്. അഥവാ വോട്ടർ ID ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വോട്ടർ തിരിച്ചറിയൽ കാർഡ് ഇല്ലാത്തവർക്ക് 11 ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡ് രേഖകൾ ഹാജരാക്കിയാൽ മതിയാകും നമുക്ക് വോട്ട് ചെയ്യാൻ. ആ തിരിച്ചറിയൽ രേഖകൾ ഏതൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയാം. പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, പാൻ കാർഡ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ എന്നിവ നൽകിയ സർവീസ് തിരിച്ചറിയൽ കാർഡ്. അത് മാത്രമല്ല ബാങ്ക്, പോസ്റ്റ് ഓഫീസ് പാസ്ബുക്ക്, കേരളത്തിലെ സഹകരണ ബാങ്കുകൾ നൽകിയ പാസ്ബുക്ക് ഒഴികെയുള്ള പാസ്ബുക്കുകൾ, ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിനായി രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ നൽകിയ സ്മാർട്ട് കാർഡ്, MNREGA തൊഴിൽ കാർഡ്, തൊഴിൽ മന്ത്രാലയം അനുവദിച്ച ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ്. അത് മാത്രമല്ല പെൻഷൻ രേഖ, MP, MLA, MLC-മാർക്ക് അനുവദിച്ചിട്ടുള്ള ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ്. ഇതെല്ലാം തന്നെ നമുക്ക് തിരിച്ചറിയൽ രേഖകളായി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകാവുന്ന സാധനങ്ങളാണ്. ഇനി അടുത്ത് നമുക്ക് ഉയരുന്ന മറ്റൊരു ചോദ്യമാണ് ചോദ്യം നമ്പർ 2. നാം ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? കാരണം എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, എന്താണ് VVPAT? എവിടെ തിരിഞ്ഞാലും ഇലക്ഷന്റെ പ്രചരണം തുടങ്ങിയ അന്ന് മുതൽ VVPAT എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് VVPAT എന്ന് നോക്കാം. പണ്ട് ബാലറ്റ് സംവിധാനമായിരുന്നപ്പോൾ വോട്ട് ചെയ്ത ശേഷം കൺകുളിർക്കെ ആർക്കൊക്കെ നാം വോട്ട് ചെയ്തുവെന്നും ചെയ്ത വോട്ട് അസാധുവായോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നാം വോട്ടിംഗ് മെഷീനിൽ ഇഷ്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ അതെല്ലാം ഇലക്ട്രോണിക് രൂപത്തിലാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. എന്നാലും നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത് എന്നറിയാൻ കഴിയുന്ന ഒരു സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. അതാണ് VVPAT. അതായത് ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് വോട്ടർമാർക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനോടൊപ്പം ഘടിപ്പിച്ചിരിക്കുന്ന ഒരു പ്രത്യേക പ്രിന്ററാണ് ഈ VVPAT എന്ന് പറയുന്നത്. വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രെയിൽ എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം. അതായത് വോട്ട് രേഖപ്പെടുത്തി 7 സെക്കൻഡ് പൂർത്തിയാകും മുൻപ് അത് VVPAT-ലും രേഖപ്പെടുത്തും. ശ്രദ്ധിക്കുക, 7 സെക്കൻഡ് സമയം മാത്രമേ നമുക്ക് ലഭിക്കൂ. വോട്ടറായി നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് തന്നെയാണ് വോട്ട് വീണത് എന്ന് പരിശോധിച്ചുറപ്പാക്കാൻ വെറും 7 സെക്കൻഡാണ് ലഭിക്കുന്നത്. VVPAT-ൽ നിന്ന് ഒരു പേപ്പർ സ്ലിപ്പ് വരും. ഇതിൽ സ്ഥാനാർത്ഥിയുടെ ചിത്രവും തെരഞ്ഞെടുപ്പ് ചിഹ്നവും ഉണ്ടാകും. ഇതിലൂടെ നമ്മുടെ വോട്ട് രേഖപ്പെടുത്തിയ ഇലക്ട്രോണിക് സംവിധാനം ശരിയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, VVPAT-ൽ നിന്ന് ലഭിക്കുന്ന സ്ലിപ്പ് നമുക്ക് പുറത്തു പോകുമ്പോൾ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ഇത് പോളിംഗ് ബൂത്തിലെ ബോക്സിൽ നിക്ഷേപിക്കണം. കാരണം വോട്ടെടുപ്പ് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തർക്കം ഉയർന്നാൽ VVPAT സ്ലിപ്പുകൾ എണ്ണി നോക്കിയാണ് അത് പരിശോധിച്ച് വിലയിരുത്താൻ കഴിയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3, എന്താണ് നോട്ട ബട്ടൺ? ചിലർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ചെറിയൊരു അശ്രദ്ധയുണ്ടാകും. നോട്ട ബട്ടൺ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് ഒരു മുന്നണിക്കും വോട്ട് രേഖപ്പെടുത്താൻ താല്പര്യമില്ലെങ്കിൽ നമ്മുടെ നിഷേധ വോട്ടുകൾ അവിടെ നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ്. നമ്മുടെ വോട്ട് അവിടെ പാഴായി പോയതായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാവുന്നതാണ്. അതിനാണ് നോട്ട ബട്ടൺ അവിടെ വച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഒരുപക്ഷെ നാം പോളിംഗ് ബൂത്തിൽ എത്തി നമ്മുടെ കയ്യിൽ മഷി പതിച്ചതിന് ശേഷം വോട്ടിംഗ് മെഷീൻ അടുത്തോട്ട് എത്തുമ്പോഴായിരിക്കും നമ്മുടെ മനസ്സ് പറയുന്നത്, ഞാൻ ഇന്ന് ആർക്കും വോട്ട് ഇടുന്നില്ല. ഓക്കെ, ശരി, നമ്മുടെ വോട്ട് അവിടെ രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. തെരഞ്ഞെടുപ്പ് ചട്ടം 49A പ്രകാരം ഒരു പൗരന് വോട്ടിംഗ് മെഷീന്റെ അടുത്ത് ചെന്ന് നിന്നപ്പോൾ തന്നെ വോട്ടിൽ നിന്നും പിന്മാറണമെന്ന് തോന്നിയാൽ അവിടെ വെച്ച് തന്നെ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോകാവുന്നതാണ്. കാരണം അതിന് നമുക്ക് തെരഞ്ഞെടുപ്പ് ചട്ടം അതിനു വേണ്ടി എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യം ഒരു പൗരന് കൊടുക്കുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ പറയുന്ന എല്ലാ തരത്തിലുമുള്ള പേപ്പറുകൾ ശരിയായ രീതിയിൽ വായിച്ച് ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് തിരിച്ചു പോകാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ പറയാനാണ് ഞാനിപ്പോൾ ഏതായാലും നിങ്ങളുടെ മുമ്പിൽ വന്നത്. ഇനി ഏതായാലും മലയാളികളോട് പറയാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. സമൂഹത്തിന് സമാധാനവും സന്തോഷവും ഐക്യവും തരുന്ന ജനപ്രതിനിധികളെ മാത്രം വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുക. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ അക്രമ അന്തരീക്ഷവും മാറി നല്ല രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ എല്ലാ നേതാക്കൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.